നടക്കുന്നത്. വേദന കൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു 3 ദിവസത്തിന് മുമ്പ് ഒരു സഹോദരന്റെ കുറുപ്പന്റെ മനസ്സിനെ വല്ലാതെ ആഴത്തിൽ ചിന്തിപ്പിച്ച ഒരു സംഗതി. അദ്ദേഹം അതാ ഒരു യാത്ര പുറപ്പെടുകയാണ്. ദൂരയാത്ര പുറപ്പെട്ട് ഒരു പള്ളിയുടെ ചാരത്ത് വന്നിട്ട് നിസ്കാരം ഖളാ ആകാൻ അടുത്ത സമയത്ത് ആ മനുഷ്യൻ അവിടെ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത പള്ളിയിൽ കയറി. പള്ളിയുടെ മുന്നിൽ നിന്നവരോട്, ഈ പള്ളി എനിക്കൊന്ന് തുറക്കുമോ, 2 റക്അത്തൊന്ന് നിസ്കരിച്ചോട്ടെ. നിസ്കാരം ഖളാകാൻ പോയാൻ ഉടനെ പറഞ്ഞ വാക്ക്, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ നാട്ടുകാർക്കല്ലാതെ വേറൊരാൾക്കും ഇവിടെ നിസ്കരിക്കാൻ പറ്റൂല. ഉടനെ അദ്ദേഹം പറഞ്ഞു, ചങ്ക് പൊട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, എന്റെ നിസ്കാരം ഖളാകാൻ പോകുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ പള്ളിയിലേക്ക് എന്നെ കേറ്റണ്ട. ആ പള്ളിയുടെ വരാന്തയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഒന്ന് ഒന്നുവെടുത്ത് പായയും നിങ്ങൾ തരണ്ട, തറയിലെങ്കിലും ഒന്ന് നിസ്കരിച്ചോട്ടെ. പറ്റില്ല. കാണുന്നില്ലേ ഈ രംഗം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിനേക്കാൾ കോവിഡിനെ പേടിച്ചു പോയ കുറെ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ, പറയാതിരിക്കാൻ നിർവാഹമില്ല. അൽഹംദുലില്ലാഹ്, അതിനൊക്കെ മാതൃകയാണ് നമ്മുടെ വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത്. ഇവിടുത്തെ ജമാഅത്തിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സപ്പ് കൂട്ടായ്മ അല്ലേ, അതിൽ പലപ്പോഴും ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും കാണുന്ന ആളാണ് ഞാൻ. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോലും ഗവൺമെന്റിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു ജുമ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ സർക്കാർ പറഞ്ഞ എണ്ണം പൂർത്തിയാക്കി നല്ല കൃത്യമായി ജുമാ ജമാഅത്തുകൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്നും 7 മാസമായി പൊടിയേറി കിടക്കുന്ന പള്ളികളുണ്ട്. പേരിന് അവിടെ ഒരു കമ്മിറ്റിയുണ്ട്. ഇതിലൂടെ കോവിഡിന്റെ പശ്ചാത്തലം ഒരു കാര്യം നമ്മെ ബോധ്യപ്പെടുത്തി. 2 വിഭാഗം ആളുകളാണ് പള്ളി പരിപാലിക്കുന്നത്. ഒന്ന് പള്ളി പരിപാലനമേറ്റവർ, മറ്റൊന്ന് പള്ളി ഭരിക്കുന്നവർ. പള്ളി പരിപാലിക്കുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് കോവിഡിന്റെ ഘട്ടത്തിലും അവർ അധ്വാനിക്കുന്നുണ്ട്. പള്ളിക്ക് വേണ്ടി പള്ളിയുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ അവർ പരിപാലിച്ചു പോകുന്നുണ്ട്. മറ്റവരങ്ങനല്ല, ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? നേതാവായ ഒരു സ്ഥലത്തുണ്ടാവും, ഞാൻ പ്രസിഡന്റ്, നീ സെക്രട്ടറി, മറ്റേ ട്രഷറർ. കോവിഡാണ്, ഇമാമിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല. പള്ളി തുറന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു ഭാരം നമ്മൾ ഏൽക്കേണ്ടി വരും. മാത്രമല്ല, പ്രോട്ടോകോൾ അനുസരിച്ച് സാനിറ്റൈസറും മറ്റേ തെർമോമീറ്ററും ഇതെല്ലാം വെച്ച് ഓരോരുത്തരെ അളക്കാൻ എനിക്കതിന്റെ സമയമില്ല. കാരണം എനിക്ക് തിരക്കിട്ട ജോലിയാണ്. നീ സെക്രട്ടറിയാണ്, നിനക്കും അതിന് കഴിയില്ല. മറ്റേ ട്രഷറാണ്, അതിനും കഴിയില്ല. തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. അപ്പോ ഭരണസമിതി ഒന്ന്, പരിപാലക സമിതി ഒന്ന്, രണ്ടും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വേർതിരിഞ്ഞു. പള്ളി ഭരിക്കുന്ന ആളുകൾ ഇന്നും പള്ളി പൂട്ടിയിട്ടിരിക്കുന്നു. പള്ളി പരിപാലിക്കുന്ന ആളുകൾ പള്ളി തുറന്ന് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അവസാനം അദ്ദേഹം നിറ കണ്ണുകളോടെയാണ്, സഹോദരങ്ങളെ, എന്റെ നിസ്കാരം നഷ്ടപ്പെട്ട വേദന ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു. ഞാൻ പറയട്ടെ, എന്റെ ഈ പ്രസംഗം ഈ ഒരു ഭാഗം ആരെങ്കിലും ക്ലിപ്പാക്കി പ്രചരിപ്പിച്ചോട്ടെ. അങ്ങനെ ഏതെങ്കിലും കമ്മിറ്റിക്കാർക്ക് അങ്ങനെയെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഈ അടക്കപ്പെട്ട പള്ളികൾ തുറക്കട്ടെ. ഞാനും കഴിഞ്ഞ ആഴ്ച തിരൂര് പോയിട്ട് വന്നിട്ട് വരുന്ന വഴിയിൽ ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അവസാനം ആലപ്പുഴയിൽ പാപ്പാളി എന്ന് പറഞ്ഞ് നമുക്ക് സ്ഥിരം എല്ലാ കൊല്ലവും റിഫായ് ദിനത്തിൽ പരിപാടി നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ സുഹൃത്തിനെ വിളിച്ചിട്ടാണ് ഞാൻ ആ പള്ളിയിൽ പോയി നിസ്കരിച്ചത്. അല്ലെങ്കിൽ എന്റെ സുബൈ അവിടെ കള്ളാവും. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അള്ളാഹുവിനെ വിചാരിച്ച് ഇവിടെ പ്രവാസികളല്ല പ്രിയപ്പെട്ടവരെ കോവിഡ് പരത്തിയത്. ഈ വള്ളക്കടവിലും പൂന്തറയിലും പരിസര പ്രദേശങ്ങളൊക്കെ 1 മാസത്തിലേറെ ഇവിടെ അടച്ചിട്ടത് പ്രവാസികൾ കാരണമാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളെ നാട്ടുകാരും മാത്രം മതി ഈ പള്ളിയിൽ, പുറത്തുനിന്ന് വരുന്ന ഒരാളും വേണ്ട എന്ന് കോവിഡിന് ശേഷം പറയോ? പള്ളിയുടെ ഓരോ ചുമരുകളും മെമ്പറുകളും മിഹ്റാബുകളും അതിന് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ മെമ്പറും മിഹ്റാബും നമ്മളോട് വിളിച്ചു പറയും. പ്രവാസികളായ ഈ സ്ഥലവും ഈ നാടും തിരിച്ചറിയാത്ത, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വിദൂര ദിക്കുകളിലുള്ള നിരവധി ആളുകളുടെ ഒക്കെ
ആ വിശാലമായ മനസ്കത കൊണ്ട് മാത്രം കിട്ടിയ ചില്ലറകൾ, നോട്ടുകൾ, ദീനാറുകൾ, ദിർഹമുകൾ നമ്മളെ കണ്ടിട്ടില്ല, അവർ നമ്മുടെ നാട്ടിനെ കണ്ടിട്ടില്ല. കാസർഗോഡും കണ്ണൂരും കോഴിക്കോടൊക്കെ ഉള്ള പ്രവാസ ലോകത്തെ ആ പ്രയാസങ്ങളുടെ നടുത്തളത്തിൽ നിൽക്കുമ്പോഴും നമ്മുടെ നാടിന്റെ ദീനീ സ്പന്ദനം അത് നിലയ്ക്കരുതെന്ന് ചിന്തിച്ചുകൊണ്ട് സഹായിച്ച നിരവധി ആളുകൾ പ്രവാസികളാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അവരെ ആട്ടി ഓടിച്ചു. സമ്പർക്കം വരുമോ നമ്മൾ പേടിച്ചു. പക്ഷേ പ്രവാസികളല്ല നാട്ടിൽ സമ്പർക്കം കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രവാസികളുടെ കണ്ണുനീരിന്റെ ആ ഒരു അംശമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യാപനം എന്ന് ഞാൻ പറയാം. അല്ലേ? ഏതെങ്കിലും ഒരു പ്രവാസി വന്നതിന് നാട്ടിൽ ഇത്രത്തോളം സമ്പർക്കം ഉണ്ടാക്കിയിട്ട് ക്ലസ്റ്റർ രൂപാന്തരപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. എന്തിന്റെ പേരിലാണ്? ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നാലും ഉടനെ ആദ്യം ചോദിക്കുന്ന വിദേശയാത്ര വല്ലതും നടത്തിയിട്ടുണ്ടോ? നടത്തിയാൽ പിന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ഇല്ലേ? ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ഷാഹിദാണ്. അവിടുന്ന് ഈ സമുദായത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന കമ്മിറ്റിക്കാര് മഹലിന്റെ പരിപാലക സമിതികളായി ഉണ്ട് എങ്കിൽ ഞാൻ പറയട്ടെ, അള്ളാഹുവിനെ വിചാരിച്ച്, മുത്ത് റസൂലിനെ വിചാരിച്ച്, ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ വിശുദ്ധ ഹബീബിന്റെ ജനനം കൊണ്ട് പരിശുദ്ധമായ ഈ മാസത്തെ പരിഗണിച്ച് അടക്കപ്പെട്ട പള്ളികൾ സർക്കാർ പറഞ്ഞ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തുറക്കട്ടെ. ഞാൻ കടന്നു വരുന്ന വഴിയിൽ എല്ലാ സ്ഥലങ്ങളും നോക്കി. നമ്മുടെ പള്ളികളാണ് അടക്കപ്പെട്ടിട്ടുള്ളത്. ക്രിസ്ത്യൻ ചർച്ചുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്, അമ്പലങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് സർക്കാർ പറഞ്ഞതനുസരിച്ചുള്ള പ്രോട്ടോകോൾ പ്രകാരം അവരവരുടെ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ പലരുടെയും പള്ളികൾ, പല സ്ഥലങ്ങളും പള്ളികൾ ഹൈവേ പറഞ്ഞിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വേദനയാണ്. സ്കാൻ ചെയ്ത് നിങ്ങൾ കയറ്റിക്കോ. പനിയില്ലാന്ന് ഉറപ്പ് വന്നാൽ കയറ്റിക്കോ. പനിയില്ലാത്തവരും കോവിഡ് പോസിറ്റീവായിട്ടില്ലേ? ഒരു ലക്ഷണം ഇല്ലാത്ത എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അള്ളാഹുവിനെ മാനിച്ച് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് എന്ന നിലയ്ക്ക് പള്ളികൾ യാത്രക്കാരായ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ തടയരുത്. അതിനൊക്കെ